ഹലോ ഗൈസ്, വെൽക്കം ടു വൺസ്. സോ ഈ ഒരു സെഷനിൽ S4 EC സ്റ്റുഡൻസിന് 2019 സ്കീമിൽ അവരുടെ സിലബസിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ് ആയിട്ടുള്ള അനലോഗ് സർക്യൂട്ട്സ് എന്ന് ഈ വരുന്ന യൂണിവേഴ്സിറ്റി എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഓരോ മൊഡ്യൂളിൽ നിന്നും ചോദിക്കാൻ ചാൻസ് ഉള്ള പാർട്ട് എ ക്വസ്റ്റ്യൻസും പാർട്ട് ബി ക്വസ്റ്റ്യൻസും അത് ഏത് രീതിയിലാണ് ഓരോ മൊഡ്യൂളിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദ സബ്ജക്ട് ഈസ് അനലോഗ് സർക്യൂട്ട്സ് ആൻഡ് ദ സബ്ജക്ട് കോഡ് ഈസ് ECT 202. ഓക്കെ, സോ ടോട്ടൽ 5 മൊഡ്യൂളാണ് നമുക്കുള്ളത്. സോ ഓരോ മൊഡ്യൂൾ വൈസും നമുക്ക് പാർട്ട് എ ക്വസ്റ്റ്യൻസും പാർട്ട് ബി എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസും നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ മൊഡ്യൂൾ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊഡ്യൂൾ 1 മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സും അതുപോലെ തന്നെ ട്രാൻസിസ്റ്റർ ബയാസിങ്ങും. ഇതാണ് നമ്മുടെ മൊഡ്യൂൾ 1 സിലബസ്. സോ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സിൽ ഡിഫറൻഷിയേറ്റർ, ഇന്റഗ്രേറ്റർ, ലോ പാസ് ഫിൽട്ടർ, ഹൈ പാസ് ഫിൽട്ടർ, അതുപോലെ തന്നെ ക്ലിപ്പർ സർക്യൂട്ട്, ക്ലാമ്പർ സർക്യൂട്ട്, അതിൻ്റെ തന്നെ ബയാസ്ഡ് ക്ലിപ്പർ, അതുപോലെ തന്നെ ബയാസ്ഡ് ക്ലാമ്പർ, ഈ സർക്യൂട്ട്സ് കാര്യങ്ങളാണ് നമ്മുടെ സിലബസിൽ വരുന്നത്. ദെൻ ട്രാൻസിസ്റ്റർ ബയാസിങ് എടുക്കുകയാണെങ്കിൽ വാട്ട് ഇസ് എ നീഡ് ഓഫ് ബയാസിങ്, ഓപ്പറേറ്റിംഗ് പോയിന്റ്, അതുപോലെ തന്നെ ലോഡ് ലൈൻ കൺസെപ്റ്റ്, അതുപോലെ തന്നെ ബയാസിങ് മെത്തേഡ്സ്, ഡിഫറെൻറ്റ് ബയാസിങ് മെത്തേഡ്സ് ലൈക്ക് ഫിക്സഡ് ബയാസ്, സെൽഫ് ബയാസ്, വോൾട്ടേജ് ഡിവൈഡർ ബയാസ്, അതുപോലെ തന്നെ ബയാസ് സ്റ്റെബിലൈസേഷൻ്റെ മെത്തേഡ്സ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ സിലബസിൽ വരുന്നത്. ഓക്കെ, സോ ഈ ഒരു സിലബസിൽ നിന്ന് പാർട്ട് എ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാം, പാർട്ട് ബി ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളത് ആദ്യം നോക്കാം. ഓക്കെ, സോ ഇതിൽ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാർട്ട് എ സെക്ഷനിൽ അവർ ചോദിക്കാൻ ചാൻസ് ഉള്ള എന്താ വെച്ചാൽ ഫസ്റ്റ് ഓർഡർ ഇന്റഗ്രേറ്റർ ഡിഫറൻഷിയേറ്റർ, അതായത് RC ഇന്റഗ്രേറ്റർ ഡിഫറൻഷിയേറ്ററിന്റെ കണ്ടീഷൻസ് ചോദിക്കാം. അതായത് ഒരു RC സർക്യൂട്ട് ഇന്റഗ്രേറ്റർ ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഒരു RC സർക്യൂട്ട് ഡിഫറൻഷിയേറ്റർ ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻ ചോദിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിന്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക, ടൈം കോൺസ്റ്റന്റും അതുപോലെ തന്നെ ഇൻപുട്ട് വേവ് ഫോമിന്റെ ടൈം പീരീഡും റിലേറ്റ് ചെയ്തിട്ട് വരുന്ന കണ്ടീഷൻസ്. RC ഗ്രേറ്റർ ദാൻ 16T ആണ് വരുന്നത് ഇന്റഗ്രേറ്റർ ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഡിഫറൻഷിയേറ്റർ ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ RC ലെസ് ദാൻ 0.0016T എന്ന് പറയുന്ന കണ്ടീഷൻസ് ആണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. സോ ആ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. സോ ഡിഫറൻഷിയേറ്റർ ഇന്റഗ്രേറ്റർ ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ എന്താണെന്നുള്ളത് ചോദിക്കാം. ദെൻ ഫസ്റ്റ് ഓർഡർ RC സർക്യൂട്ട്, അതായത് ലോ പാസ് ഫിൽറ്ററും ഹൈ പാസ് ഫിൽറ്ററും റിലേറ്റ് ചെയ്തിട്ടുള്ള 3 മാർക്കിന്റെ ക്വസ്റ്റ്യനും എക്സ്പെക്ട് ചെയ്യാം. ഇനി ക്ലിപ്പർ ആണെന്നുണ്ടെങ്കിൽ ക്ലിപ്പിംഗ് സർക്യൂട്ട്, ഒരു സിമ്പിൾ സർക്യൂട്ട്, അതിൻ്റെ ഒരു വർക്കിംഗ് ചോദിക്കാം. ക്ലാമ്പർ ആണെങ്കിലും അതിൻ്റെ ഒരു വർക്കിംഗ്, ബേസിക് വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് ചോദിക്കാം 3 മാർക്കിന്. ഓക്കെ, ഇനി ട്രാൻസിസ്റ്റർ ബയാസിംഗ് സെക്ഷൻ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഇസ് എ നീഡ് ഫോർ ബയാസിംഗ് ചോദിക്കാം. ഓപ്പറേറ്റിംഗ് പോയിന്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാം. എന്താണ് ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് ചോദിക്കാം. എന്താണ് ലോഡ് ലൈൻ എന്ന് ചോദിക്കാം. വാട്ട് ഇസ് എ കൺസെപ്റ്റ് ഓഫ് ലോഡ് ലൈൻ ചോദിക്കാം. പിന്നെ ഡിഫറെൻറ്റ് ബയാസിംഗ് മെത്തേഡ്സ് ഏതൊക്കെയാണ്, വാട്ട് ഇസ് എ നീഡ് ഫോർ ബയാസിംഗ് ആൻഡ് വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബയാസിംഗ് മെത്തേഡ്സ് യൂസ്ഡ് ഇൻ ട്രാൻസിസ്റ്റർ, അല്ലെങ്കിൽ BJTയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന, ആംപ്ലിഫയറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ബയാസിംഗ് മെത്തേഡ്സ് ഏതൊക്കെയെന്ന് ചോദിക്കാം. അപ്പോൾ ഇതാണ് 3 മാർക്കിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ്. ഇനി SA സെക്ഷൻ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ SAയിൽ നമുക്ക് ക്ലിപ്പറും ക്ലാമ്പറും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സർക്യൂട്ട് ഡയഗ്രാം തരും, ഒരു ഇൻപുട്ട് വേവ് ഫോമും തരും, നിങ്ങൾക്കൊരു സർക്യൂട്ട് ഡയഗ്രാം തരും. അപ്പോൾ ആ സർക്യൂട്ട് ഡയഗ്രാം ചിലപ്പോൾ ബയാസ്ഡ് ക്ലിപ്പർ ആവാം, അല്ലെങ്കിൽ ബയാസ്ഡ് ക്ലാമ്പർ ആവാം. ഒരു വോൾട്ടേജ് സോഴ്സൊക്കെ ഉള്ള ഒരു ബയാസ്ഡ് ക്ലിപ്പർ ഓർ ക്ലാമ്പർ സർക്യൂട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇൻപുട്ട് വേവ് ഫോം തന്നിട്ടുണ്ടാവും. നിങ്ങളോട് ചോദിക്കുക വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് വേവ് ഫോം ഷേപ്പ്, അല്ലെങ്കിൽ ഔട്ട്പുട്ട് വേവ് ഫോം പ്ലോട്ട് ചെയ്യാൻ പറയും. അതുപോലെ തന്നെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് പ്ലോട്ട് ചെയ്യാൻ പറയും, പ്ലോട്ട് ചെയ്യാൻ പറയും. ആ രീതിയിൽ നിങ്ങൾക്ക് ക്ലിപ്പറിനും ക്ലാമ്പറിനും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലം ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ RC ഡിഫറൻഷിയേറ്റർ ഇന്റഗ്രേറ്റർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡിസൈൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പാർട്ട് ബി ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. അതായത് ഒരു ഇന്റഗ്രേറ്റർ ഡിസൈൻ ചെയ്യാൻ ചോദിക്കാം. അതായത് ഇത്ര ഫ്രീക്വൻസി ഉള്ള ഇൻപുട്ട് വേവ് ഫോം അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു RC ഇന്റഗ്രേറ്റർ ഡിസൈൻ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഡിസൈൻ റിലേറ്റഡ് ആയിട്ട് ഇന്റഗ്രേറ്റർ അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റർ എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇനി ബയാസിംഗ്, ട്രാൻസിസ്റ്റർ ബയാസിംഗ് എന്ന് പറയുന്ന ഈ സെക്ഷനിൽ നിന്ന് SA ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള എന്താ വെച്ചാൽ ഏതെങ്കിലും ബയാസിംഗ് സർക്യൂട്ട്സ്, അതായത് ഫിക്സഡ് ബയാസോ സെൽഫ് ബയാസോ അല്ലെങ്കിൽ വോൾട്ടേജ് ഡിവൈഡർ ബയാസ്, അതിൻ്റെ ബയാസിംഗ് സർക്യൂട്ട് വരയ്ക്കാനും അതിൽ നിന്ന് ക്യൂ പോയിന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. അത് ക്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ VCയുടെ വാല്യൂ
ഐസിയുടെ വാല്യൂ എങ്ങനെയാണ് ക്യൂ പോയിന്റ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതും ആ ക്യൂ പോയിന്റ് നമ്മുടെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിൽ മാർക്ക് ചെയ്യാനും ചോദിക്കാം. ഓക്കെ, ഈ രീതിയിലാണ് ഈ ഒരു സെക്ഷനിൽ മെയിൻലി എസ്എ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ബയാസ് സ്റ്റെബിലൈസേഷൻ, വാട്ട് ഇസ് എ നീഡ് ഫോർ ബയാസ് സ്റ്റെബിലൈസേഷൻ, ക്യൂ പോയിന്റ് ഫിക്സ് ചെയ്യേണ്ട നീഡ് എന്താണെന്നുള്ളത് അത് പാർട്ട് എയിലും 3 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് മൊഡ്യൂൾ 1 നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക. ഇനി മൊഡ്യൂൾ 2 എടുക്കുകയാണെങ്കിൽ മൊഡ്യൂൾ 2 നമ്മുടെ സിലബസ് വരുന്നത് BJT ആംപ്ലിഫയേഴ്സ് ആണ്. BJT ആംപ്ലിഫയേഴ്സ് ആണ്. അതിൽ നമുക്ക് മെയിൻ ആയിട്ടും വരുന്നത് RC കപ്പിൾഡ് ആംപ്ലിഫയർ, അതുപോലെ തന്നെ അതിൽ വരുന്ന ഡിഫറെൻറ്റ് കമ്പോണൻസ്, ഓരോ കമ്പോണൻറ്റിൻ്റെയും റോള് കാര്യങ്ങൾ വരുന്നുണ്ട്. ദെൻ AC ലോഡ് ലൈൻ കൺസെപ്റ്റ് നമുക്ക് സിലബസിൽ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ RC കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെ കേസിൽ അതിൻ്റെ അനാലിസിസിൽ വോൾട്ടേജ് ഗെയിൻ കാര്യങ്ങൾ ഡിറൈവ് ചെയ്യാനും അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് എങ്ങനെ വരുന്നു എന്നുള്ള കാര്യങ്ങളും പഠിക്കാനുണ്ട്. ദെൻ അതിൻ്റെ അനാലിസിസാണ് വരുന്നത് സ്മോൾ സിഗ്നൽ അനാലിസിസ് ഓഫ് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ, ഏത് മോഡൽ യൂസ് ചെയ്തിട്ട്, ഹൈബ്രിഡ് പൈ മോഡൽ യൂസ് ചെയ്തിട്ട്, എന്നിട്ട് അതിൻ്റെ മിഡ് ഫ്രീക്വൻസി അനാലിസിസ്, ലോ ഫ്രീക്വൻസി അനാലിസിസ്, അതിൽ ഗെയിൻ കണ്ടുപിടിക്കാനുണ്ട്, ഇൻപുട്ട് ഇംപിഡൻസ് കണ്ടുപിടിക്കാനുണ്ട്, ഔട്ട്പുട്ട് ഇംപിഡൻസ്, ഈ പാരാമീറ്റേഴ്സ് ഒക്കെ അതിന്റെ ഡെറിവേഷൻ വരുന്നുണ്ട്. ദെൻ ഹൈ ഫ്രീക്വൻസി ഇക്വലന്റ് സർക്യൂട്ട്, ഹൈ ഫ്രീക്വൻസി പൈ മോഡൽ വരുന്നുണ്ട്, മില്ലർ എഫക്റ്റ് എന്താന്നുള്ളത് വരുന്നുണ്ട്. അതുപോലെ തന്നെ അനാലിസിസ് ഓഫ് ഹൈ ഫ്രീക്വൻസി റെസ്പോൺസ്, ഹൈ ഫ്രീക്വൻസി റേഞ്ചിൽ വർക്ക് ചെയ്യുമ്പോൾ എന്താണ് കട്ട് ഓഫ് ഫ്രീക്വൻസി എന്നുള്ളതിന്റെ ഡെറിവേഷൻ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി എങ്ങനെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം. സോ 3 മാർക്കിന് മെയിൻലി ചോദിക്കാൻ ചാൻസ് ഉള്ളത് കൺസെപ്റ്റ് ഓഫ് AC ലോഡ് ലൈൻ ചോദിക്കാം. വാട്ട് ഇസ് എ കൺസെപ്റ്റ് ഓഫ് AC ലോഡ് ലൈൻ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം. നിങ്ങളോട് ഹൈബ്രിഡ് പൈ മോഡൽ വരയ്ക്കാൻ പറയും. ഹൈബ്രിഡ് പൈ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോ ഫ്രീക്വൻസിയിലുള്ളതും ഹൈ ഫ്രീക്വൻസിയിലുള്ള രണ്ടും ചോദിക്കാം. ആ ഒരു ഹൈബ്രിഡ് പൈ മോഡൽ വരയ്ക്കാൻ പറഞ്ഞിട്ട് ആ പൈ മോഡലിലുള്ള ഓരോ ടേംസ് എന്താണെന്നുള്ളത് ചോദിക്കാം. അപ്പോൾ ആർ പൈ എന്താണ്, GM VP അല്ലെങ്കിൽ GM VB എന്ന് പറഞ്ഞ ടേം എന്താണെന്നുള്ള ഓരോ ടേംസ് എന്താണെന്നുള്ളത്, R0 എന്ന് പറയുന്ന ടേം എന്താണെന്നുള്ളത് ആ പൈ മോഡൽ വരച്ച് അതിൽ ഓരോ ടേംസ് എന്താണെന്നുള്ളത് നിങ്ങളോട് ചോദിക്കാം. അതുപോലെ തന്നെ മില്ലർ എഫക്റ്റ് എന്താണെന്ന് ചോദിക്കാം. മില്ലേഴ്സ് തിയറം, മില്ലർ എഫക്റ്റ് 3 മാർക്കിന് ചോദിക്കാം. ഓക്കെ, ദെൻ പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളത് എന്താ വെച്ചാൽ ഹൈ ഫ്രീക്വൻസി റെസ്പോൺസിൽ കട്ട് ഓഫ് ഫ്രീക്വൻസി ഇക്വേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു 3 മാർക്കിന് നമുക്ക് ഏകദേശം എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്. ഇനി പാർട്ട് ബി നമ്മൾ എടുക്കുകയാണെങ്കിൽ പാർട്ട് ബിയിൽ മെയിൻ ആയിട്ട് നമ്മുടെ RC കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ അനാലിസിസ് ആണ് ചോദിക്കുക. RC കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ അനാലിസിസ് ചോദിച്ചിട്ട് അതിന്ന് നമ്മളോട് ഗെയിനോ അല്ലെങ്കിൽ ഇൻപുട്ട് ഇംപിഡൻസോ ഔട്ട്പുട്ട് ഇംപിഡൻസോ ഈ പാരാമീറ്റേഴ്സ് ഡിറൈവ് ചെയ്യാൻ ചോദിക്കും. അതായത് ഹൈബ്രിഡ് പൈ മോഡൽ വെച്ചിട്ട് നമ്മുടെ RC കപ്പിൾഡ് ആംപ്ലിഫയർ കോമൺ എമിറ്റർ കോൺഫിഗറേഷന്റെ അനാലിസിസിന് ഡിറൈവ് ദ ഇക്വേഷൻ ഫോർ വോൾട്ടേജ് ഗെയിൻ, ഇൻപുട്ട് ഇംപിഡൻസ്, ഔട്ട്പുട്ട് ഇംപിഡൻസ് ചോദിക്കാം. ഇനി അതിൽ നിന്ന് തന്നെ പ്രോബ്ലം എക്സ്പെക്ട് ചെയ്യാം. ചിലപ്പോൾ നിങ്ങളോട് ഡെറിവേഷൻ ചോദിക്കാതെ നേരിട്ട് സർക്യൂട്ട് ഡയഗ്രം ഓരോ കമ്പോണൻസിന്റെ വാല്യൂ തന്നിട്ട് വോൾട്ടേജ് ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കാം, ഇൻപുട്ട് ഇംപിഡൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കാം, ഔട്ട്പുട്ട് ഇംപിഡൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കാം. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഡെറിവേഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല. തന്ന വാല്യൂസ് ആ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാല്യൂസ് കിട്ടും. ഓക്കെ, ദെൻ പിന്നെ ചോദിക്കാനുള്ളത് ഹൈ ഫ്രീക്വൻസി അനാലിസിസിലുള്ള നമ്മുടെ കട്ട് ഓഫ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിക്കും. ഹൈ ഫ്രീക്വൻസി അനാലിസിസ് ചെയ്യാൻ പറയും. എന്നിട്ട് നിങ്ങളോട് അതിന്ന് കട്ട് ഓഫ് ഫ്രീക്വൻസിക്കുള്ള എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി നമുക്ക് ഒരു എസ്സേ ആയിട്ട് ഇതിന്ന് എക്സ്പെക്ട് ചെയ്യാനുള്ളത്. ഓക്കെ, സോ ഇതാണ് മൊഡ്യൂൾ 2 എന്ന് പറയുന്നത്. ഇനി നമ്മൾ മൊഡ്യൂൾ 3 നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊഡ്യൂൾ 3യിൽ നമുക്ക് മോസ്ഫെറ്റ് ആംപ്ലിഫയേഴ്സും ഉണ്ട്, മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ്, അങ്ങനെ 2 സെക്ഷൻ ആയിട്ടാണ് നമ്മുടെ സിലബസ്. സോ സിലബസിൽ വരുന്ന കാര്യങ്ങൾ ആദ്യം നോക്കാം. സോ മോസ്ഫെറ്റ് ആംപ്ലിഫയേഴ്സിൽ മോസ്ഫെറ്റ് സർക്യൂട്ട്സ് അറ്റ് DC, മോസ്ഫെറ്റ് ആസ് ആൻ ആംപ്ലിഫയർ, ബയാസിംഗ് ഓഫ് ഡിസ്ക്രീറ്റ് മോസ്ഫെറ്റ് ആംപ്ലിഫയർ, സ്മോൾ സിഗ്നൽ ഇക്വലന്റ് സർക്യൂട്ട്, സ്മോൾ സിഗ്നൽ വോൾട്ടേജ് ആൻഡ് കറന്റ് ഗെയിൻ, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഇംപിഡൻസ് ഓഫ് കോമൺ സോഴ്സ് കോൺഫിഗറേഷൻ, കോമൺ സ്റ്റേജ് വിത്ത് കറന്റ് സോഴ്സ് ലോഡ്, കോമൺ സോഴ്സ് വിത്ത് ഡയോഡ് കണക്റ്റഡ് ലോഡ്. ഇത്രയാണ് മോസ്ഫെറ്റ് ആംപ്ലിഫയറിൽ വരുന്നത്. മൾട്ടി സ്റ്റേജിൽ വാട്ട് ഇസ് ദ എഫക്റ്റ് ഓഫ് കാസ്കേഡിംഗ് ഓൺ ഗെയിൻ, അതുപോലെ തന്നെ വാട്ട് ഇസ് ദ എഫക്റ്റ് ഓഫ് കാസ്കേഡിംഗ് ഓൺ ബാൻഡ് വിഡ്ത്ത്, ദെൻ കാസ്കോഡ് ആംപ്ലിഫയർ. അപ്പം ഇത്രയാണ് മൊഡ്യൂൾ 3യുടെ സിലബസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാന്നുള്ളത് നോക്കാം. സോ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി വാട്ട് ഇസ് എ ഡിഫറെന്റ് ബയാസിംഗ് മെത്തേഡ്സ്, അതായത് മോസ്ഫെറ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന
ബയാസിങ് മെത്തേഡ്സ് ഏതാണെന്ന് ചോദിക്കാം. അതുപോലെ തന്നെ മോസ്ഫെറ്റിന്റെ ഇക്വലന്റ് സർക്യൂട്ടും അതിലുള്ള ഓരോ ടേംസ് എന്താണെന്നുള്ളത് ചോദിക്കാം. അതുപോലെ തന്നെ ആക്റ്റീവ് ലോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻലി കറണ്ട് സോഴ്സ് ലോഡിനെ കുറിച്ച് ആ ഒരു സർക്യൂട്ടും അതിൻ്റെ ഒരു വർക്കിങ്ങും എക്സ്പ്ലനേഷൻ ചോദിക്കാം. അല്ലെങ്കിൽ കോമൺ സോഴ്സ് വിത്ത് ഡയോഡ് കണക്റ്റഡ് ലോഡ് ഒരു 3 മാർക്കിന് ചോദിക്കാം. സോ വാട്ട് ഇസ് എ കൺസെപ്റ്റ്, അതിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം വർക്കിങ്ങും കാര്യങ്ങളും ചോദിക്കാം. മൾട്ടി സ്റ്റേജ് എന്നാണെങ്കിൽ ഗെയിനും ബാൻഡ് വിഡ്ത്തും എങ്ങനെ ചേഞ്ച് ചെയ്യും, കാസ്കേഡിങ് ചെയ്ത് കഴിഞ്ഞാൽ ഗെയിനിലും ബാൻഡ് വിഡ്ത്തിലും എന്ത് ചേഞ്ച് ആണ് സംഭവിക്കുക, അത് 3 മാർക്കിന് ചോദിക്കാം. അല്ലെങ്കിൽ എന്താണ് കാസ്കോഡ് ആംപ്ലിഫയർ എന്ന് സിമ്പിളായിട്ട് ചോദിക്കാം. അതിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാൻ ചോദിക്കാം. അപ്പം അങ്ങനെയാണ് 3 മാർക്കിന് ക്വസ്റ്റ്യൻ വരിക. ഇനി നമ്മൾ എസ് എ സെക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻലി നമുക്ക് ആംപ്ലിഫയറിന്റെ അനാലിസിസ് ആണ് ഇവിടെ മെയിൻ ആയിട്ടും വേണ്ടത്. അതായത് സ്മോൾ സിഗ്നൽ ഇക്വലന്റ് സർക്യൂട്ട് ആൻഡ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ സോഴ്സ് കോൺഫിഗറേഷന്റെ അനാലിസിസ് ചോദിച്ചിട്ട് അതിന്ന് നമുക്ക് ഇൻപുട്ട് ഇംപിഡൻസ്, ഔട്ട്പുട്ട് ഇംപിഡൻസ്, അതുപോലെ തന്നെ വോൾട്ടേജ് ഗെയിൻ, ആ പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാൻ ചോദിക്കാം. അല്ലെങ്കിൽ സർക്യൂട്ട് ഡയഗ്രാം തന്നിട്ട് നിങ്ങൾക്ക് വാല്യൂസ് തന്നിട്ട് ഡയറക്റ്റ്ലി ഡെറിവേഷൻ ഒന്നും ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് വോൾട്ടേജ് ഗെയിനിന്റെയും ഇൻപുട്ട് ഇംപിഡൻസിന്റെയും ഔട്ട്പുട്ട് ഇംപിഡൻസിന്റെയും വാല്യൂ നിങ്ങളോട് ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് മെയിൻലി നമ്മുടെ മൊഡ്യൂൾ 3 വരുന്ന കാര്യം. ഓക്കെ, ഇത്രയാണ് മൊഡ്യൂൾ 3 നമുക്ക് എക്സ്പെക്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ്. ഇനി മൊഡ്യൂൾ 4 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സും ഉണ്ട്, ഓസിലേറ്റേഴ്സും ഉണ്ട്. അപ്പോൾ ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സിൽ എന്താണ് സിലബസ് നോക്കാം. പോസിറ്റീവ് നെഗറ്റീവ് ഫീഡ്ബാക്കിന്റെ എഫക്റ്റ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഗെയിൻ, ഫ്രീക്വൻസി റെസ്പോൺസ്, ഡിസ്റ്റോർഷൻ, 4 ടോപ്പോളജി ഡിസ്കസ് ചെയ്യാണ്ട്. സീരീസ് ഷണ്ട് സീരീസ്, ഷണ്ട് 4 ടോപ്പോളജീസ് ഡിസ്കസ് ചെയ്യാണ്ട്. അതുപോലെ തന്നെ ഡിസ്ക്രീറ്റ് BJT സർക്യൂട്ട്സ് വോൾട്ടേജ് സീരീസിലും അതുപോലെ തന്നെ വോൾട്ടേജ് ഷണ്ട് ഫീഡ്ബാക്ക് ടോപ്പോളജീസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന BJT സർക്യൂട്ട്സ് അനലൈസ് ചെയ്യാണ്ട് എന്നിട്ട് അതിന്റെ വോൾട്ടേജ് ഗെയിൻ, ഇൻപുട്ട് ഇംപിഡൻസ്, ഔട്ട്പുട്ട് ഇംപിഡൻസ് ഒക്കെ കണ്ടുപിടിക്കാണ്ട്. ഓസിലേറ്റേഴ്സ് ആകുമ്പോൾ അതിന്റെ ക്ലാസിഫിക്കേഷൻ, ബാർക്കോസൺ ക്രൈറ്റീരിയ ഫോർ ഓസിലേഷൻ, വീൻബ്രിഡ്ജ് ഓസിലേറ്റർ, ഹാർട്ട്ലി ഓസിലേറ്റർ, ഇതിൻ്റെയൊക്കെ വർക്കിംഗ് പ്രിൻസിപ്പിളും അതിന്റെ ഡിസൈൻ ഇക്വേഷനാണ് വേണ്ടത്. ഡീറ്റെയിൽഡ് അനാലിസിസ് ഏതിന്റെ വേണ്ടത്? വീൻബ്രിഡ്ജ് ഓസിലേറ്ററിന്റെ ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ് നമുക്ക് സിലബസിൽ പറയുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട് എയിൽ നിന്ന് നിങ്ങൾക്ക് ചാൻസ് ഉള്ളത് പോസിറ്റീവ് ഫീഡ്ബാക്കും നെഗറ്റീവ് ഫീഡ്ബാക്കും കമ്പയർ ചെയ്യാൻ ചോദിക്കാം. പോസിറ്റീവ് ഫീഡ്ബാക്ക്, നെഗറ്റീവ് ഫീഡ്ബാക്ക് കമ്പാരിസൺ ചോദിക്കാം. അല്ലെങ്കിൽ വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഓവർ പോസിറ്റീവ് ഫീഡ്ബാക്ക്. സോ പോസിറ്റീവ് ഫീഡ്ബാക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്കിന്റെ അഡ്വാൻറ്റേജസ് എന്താണെന്നുള്ളത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 4 ഫീഡ്ബാക്ക് ടോപ്പോളജീസ് ഏതാണെന്ന് ചോദിക്കാം. 4 ഫീഡ്ബാക്ക് ടോപ്പോളജീസ് കാര്യങ്ങൾ ചോദിക്കാം. ഇനി ഓസിലേറ്റർ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ബാർക്കോസൺ ക്രൈറ്റീരിയ, സസ്റ്റെയിൻഡ് ഓസിലേഷനുള്ള ക്രൈറ്റീരിയ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാം. സസ്റ്റെയിൻഡ് ഓസിലേഷനുള്ള ക്രൈറ്റീരിയ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാം. അല്ലെങ്കിൽ വീൻബ്രിഡ്ജ് അല്ലെങ്കിൽ ഹാർട്ട്ലി അല്ലെങ്കിൽ കോൾപിറ്റ്സിന്റെ ജസ്റ്റ് സർക്യൂട്ട് ഡയഗ്രാം വെച്ചിട്ട് അതിന്റെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷന്റെ എക്സ്പ്രഷൻ ചോദിക്കാം. അപ്പൊ സർക്യൂട്ട് ഡയഗ്രാം അതിന്റെ ഇക്വേഷൻ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഇനി എസ് എ ആണ് ചോദിക്കുന്നതെങ്കിൽ മെയിൻലി ഇതിൽ 4 ടോപ്പോളജീസ് ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും 2 ടോപ്പോളജി ചോദിക്കാം. അതായത് വോൾട്ടേജ് സീരീസ് അല്ലെങ്കിൽ വോൾട്ടേജ് ഷണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 2 ടോപ്പോളജി സർക്യൂട്ട് ഡയഗ്രാം വരച്ച് അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം വരച്ച് ആ ടോപ്പോളജി എക്സ്പ്ലെയിൻ ചെയ്യാൻ ആ രീതിയിൽ ചോദിക്കാം. അപ്പോൾ ഏതെങ്കിലും 2 ടോപ്പോളജി ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ഇനി 14 മാർക്കിന്റെ ഒരു ഫുൾ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 ടോപ്പോളജിയും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൽ വോൾട്ടേജ് സീരീസ്, എമിറ്റർ ഫോളോവർ ഒക്കെ വോൾട്ടേജ് സീരീസിന് എക്സാമ്പിൾ ആണ്. സോ എമിറ്റർ ഫോളോവറിൽ ഏത് ഫീഡ്ബാക്ക് ടോപ്പോളജി ആണ് ഉള്ളത്, അത് എന്തുകൊണ്ട് അങ്ങനെ വന്നു, അതിന്റെ അനാലിസിസ് ചോദിക്കാം. അനാലിസിസ് എന്ന് പറയുമ്പോൾ എസ്സേയിൽ വോൾട്ടേജ് ഗെയിൻ, ഇൻപുട്ട് ഇംപിഡൻസ്, ഔട്ട്പുട്ട് ഇംപിഡൻസ്, ഈ പാരാമീറ്റേഴ്സ് നിങ്ങളോട് ഡിറൈവ് ചെയ്യാൻ ചോദിക്കാം. അതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക്, അല്ലെങ്കിൽ വോൾട്ടേജ് ഷണ്ട് ടോപ്പോളജിയുടെ കേസിലുള്ള വോൾട്ടേജ് ഗെയിൻ, ഇൻപുട്ട് ഇംപിഡൻസ്, ഔട്ട്പുട്ട് ഇംപിഡൻസ് ഡെറിവേഷൻ ചോദിക്കാം. അതുപോലെ തന്നെ ഓസിലേറ്റേഴ്സിന്റെ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ വീൻബ്രിഡ്ജ് ഓസിലേറ്റർ എന്നാണ് സാധാരണ എസ്സേ ചോദിക്കുക. അപ്പൊ വീൻബ്രിഡ്ജ് ഓസിലേറ്റർ അതിന്റെ സർക്യൂട്ട് ഡയഗ്രാം അതൊന്ന് അനലൈസ് ചെയ്തിട്ട് അനാലിസിസ് നമ്മൾ അതിന്റെ ഗെയിന്, അതുപോലെ തന്നെ ഫീഡ്ബാക്ക് ഫാക്ടർ ബീറ്റ, അതുപോലെ തന്നെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഡെറിവേഷൻ അടക്കം ചോദിക്കാം. വീൻബ്രിഡ്ജ് ഓസിലേറ്ററിന്റെ കേസിലുള്ള ഡെറിവേഷൻ ആ രീതിയിൽ ചോദിക്കാം. അപ്പൊ ഇതാണ് മൊഡ്യൂൾ 4 എന്നുള്ള ക്വസ്റ്റ്യൻസ്, എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ്. ഇനി മൊഡ്യൂൾ 5 നോക്കുകയാണെങ്കിൽ പവർ ആംപ്ലിഫയേഴ്സും റെഗുലേറ്റഡ് പവർ സപ്ലൈസും ആണ് വരുന്നത്.
അപ്പോൾ പവർ ആംപ്ലിഫയേഴ്സിൽ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ട്രാൻസ്ഫോമർ കപ്പിൾഡ് ക്ലാസ് എ പവർ ആംപ്ലിഫയർ, അതുപോലെ തന്നെ പുഷ് പുൾ ക്ലാസ് ബി, ക്ലാസ് എ ബി പവർ ആംപ്ലിഫയർ, കോംപ്ലിമെന്ററി സിമെട്രി ക്ലാസ് ബി, ക്ലാസ് എ ബി പവർ ആംപ്ലിഫയർ, എഫിഷ്യൻസി ആൻഡ് ഡിസ്റ്റോർഷൻ, നോ അനാലിസിസ് റിക്വയർഡ്, അനാലിസിസ് വേണ്ടാന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. റെഗുലേറ്റഡ് പവർ സപ്ലൈ ആണെങ്കിൽ ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്റർ, സീരീസ് വോൾട്ടേജ് റെഗുലേറ്റർ, ആ സീരീസ് വോൾട്ടേജ് റെഗുലേറ്റർ തന്നെ അതിൻ്റെ ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ, ഫോൾഡ് ബാക്ക് പ്രൊട്ടക്ഷൻ, ഔട്ട്പുട്ട് കറന്റ് ബൂസ്റ്റിംഗ്, ഇത്രയും കാര്യങ്ങളാണ് സിലബസിൽ വരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഏത് രീതിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പവർ ആംപ്ലിഫയേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ ചോദിക്കാം, ഏത് രീതിയിൽ അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ക്ലാസ് എയും ക്ലാസ് ബിയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ചോദിക്കാം. എന്താണ് ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ, ഏത് പവർ ആംപ്ലിഫയറിലാണ് ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻസ് കണ്ടുവരുന്നത്, അതെങ്ങനെ എലിമിനേറ്റ് ചെയ്യാം, അങ്ങനെ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് 3 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാം. അല്ലെങ്കിൽ ട്രാൻസ്ഫോമർ കപ്പിൾഡ് ക്ലാസ് എ പവർ ആംപ്ലിഫയറിന്റെ ഡയഗ്രാം, അതിന്റെ എഫിഷ്യൻസിയുടെ വാല്യൂ എത്ര എന്നുള്ളതൊക്കെ നേരിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ കോംപ്ലിമെന്ററി സിമെട്രി ക്ലാസ് ബി അല്ലെങ്കിൽ ക്ലാസ് എ ബി, ഇതിൻ്റെയൊക്കെ ജസ്റ്റ് സർക്യൂട്ട് ഡയഗ്രാം ലെവൽ ക്വസ്റ്റ്യൻസ് 3 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ റെഗുലേറ്റഡ് പവർ സപ്ലൈ ആണെന്നുണ്ടെങ്കിൽ അന്ന് 3 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്ററിന്റെ ജസ്റ്റ് ഡയഗ്രാം ബേസിക് വർക്കിങ്ങും ചോദിക്കാം. സീരീസ് വോൾട്ടേജ് റെഗുലേറ്ററും വളരെ ഡയഗ്രാം കാര്യങ്ങളും ബേസിക് ആയിട്ടുള്ള കാര്യം ചോദിക്കാം. അല്ലെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന പ്രൊട്ടക്ഷൻ മെക്കാനിസംസ് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാം. ഏതെങ്കിലും മെത്തേഡ്, അതായത് ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ ആവാം, അല്ലെങ്കിൽ ഫോൾഡ് ബാക്ക് പ്രൊട്ടക്ഷൻ മെത്തേഡ് ചോദിക്കാം, അല്ലെങ്കിൽ ഔട്ട്പുട്ട് കറന്റ് ബൂസ്റ്റിങ്ങിനെ കുറിച്ച് 3 മാർക്കിന് ചോദിക്കാം. ഇനി എസ് എ ആണ് ചോദിക്കുന്നതെങ്കിൽ ട്രാൻസ്ഫോമർ കപ്പിൾഡ് ക്ലാസ് എ പവർ ആംപ്ലിഫയറിന്റെ ഡീറ്റെയിൽഡ് സർക്യൂട്ട് ഡയഗ്രാം, അതിൻ്റെ വർക്കിംഗ്, അതിൻ്റെ എഫിഷ്യൻസി കാര്യങ്ങളൊക്കെ ഒരു 7 മാർക്കിനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം. ദെൻ ക്ലാസ് ബി അല്ലെങ്കിൽ ക്ലാസ് എ ബി, നമ്മുടെ കോംപ്ലിമെന്ററി സിമെട്രി സർക്യൂട്ടിന്റെ ഒക്കെ ഒരു സർക്യൂട്ട് ഡയഗ്രാം, അതിന്റെ എക്സ്പ്ലനേഷൻ സൈഡും ചോദിക്കാം. റെഗുലേറ്റഡ് പവർ സപ്ലൈയിൽ ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്ററും അതിന്റെ ഡീറ്റെയിൽഡ് വർക്കിങ്ങും ചോദിക്കാം. അല്ലെങ്കിൽ സീരീസ് വോൾട്ടേജ് റെഗുലേറ്ററും അതിന്റെ വർക്കിങ്ങും അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന എനി 2 പ്രൊട്ടക്ഷൻ മെത്തേഡ്സ് ചോദിക്കാം. ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ ഫോൾഡ് ബാക്ക്, അല്ലെങ്കിൽ ഈ ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഫോൾഡ് ബാക്ക് പ്രൊട്ടക്ഷൻ രണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാം. ഒരു 3.5 മാർക്ക് വെച്ചിട്ട് ഒരു 7 മാർക്ക് എന്നുള്ള രീതിയിൽ ആ രീതിയിലും ചോദിക്കാം. അപ്പം ഇങ്ങനെയൊക്കെയാണ് മൊഡ്യൂൾ 5 നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക. ഓക്കെ, സോ നമ്മൾ അനലോഗ് സർക്യൂട്ട്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ്, അതായത് ECT 202 എന്ന് പറയുന്ന അനലോഗ് സർക്യൂട്ട്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ 5 മൊഡ്യൂളും ആ മൊഡ്യൂളിന്റെ സിലബസ് നമ്മൾ നോക്കി. ഓരോ മൊഡ്യൂളിൽ നിന്നും പാർട്ട് എയിൽ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം, പാർട്ട് ബിയിൽ നിന്ന് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതൊക്കെ നോക്കി. സോ ഒരു ലാസ്റ്റ് ടൈം പ്രിപ്പറേഷൻ, അതായത് കാര്യമായിട്ടൊന്നും ഇതുവരെ പഠിച്ചെത്താത്ത സ്റ്റുഡൻസ് ഈ ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് കാര്യങ്ങൾ മാത്രം പ്രിപ്പയർ ചെയ്ത് പോയാൽ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണും കൂടെ മനസ്സിലാക്കിയിട്ട് അതൊന്ന് വർക്കൗട്ട് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുവർ ആയിട്ടും പാസ് മാർക്കിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, സോ ഇതുപോലത്തെ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.